തുടർഭരണത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ അതാണ്. തുടർഭരണം ദുഷിപ്പിക്കും. സി പി എമ്മിനെ മാത്രമല്ല ഇടതുപക്ഷത്തെ പൊതുവിൽ ദുഷിപ്പിക്കും. അത് വലിയ അനാശാസ്യകരായ പ്രവണതകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തുടർഭരണം ആശാസ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അന്ന് സൈബർ ഗുണ്ടകളുടെ വലിയ വേട്ടയാടൽ സച്ചിദാനന്ദനെതിരെ ഉണ്ടായിരുന്നു. സച്ചിദാനന്ദൻ അന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ മനോഭാവമുള്ള മനുഷ്യരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വേവലാതി ഏതോ നിലയ്ക്ക് പുറത്ത് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. പാർട്ടിക്കകത്ത് അങ്ങനെ അതിശക്തമായ ഒരു വികാരം ഉണ്ടായതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ, പാർട്ടി അനുഭാവികളും പാർട്ടി പ്രവർത്തകരും ഒക്കെ വലിയ തോതിൽ യു ഡി എഫിന് വോട്ട് ചെയ്യുകയും അങ്ങനെ സി പി എമ്മിൻ്റെ അടിത്തറ തന്നെ ദുർബലപ്പെടുന്ന രീതിയിലേക്ക് ഒരു കാറ്റുണ്ടാവുകയും ചെയ്തു. ആ ഒരു വലിയ കാറ്റിൻ്റെ പുറത്താണ് യു ഡി എഫ് 102 സീറ്റിലേക്ക് എത്തിയതും എൽ ഡി എഫ് ഒരു 35 സീറ്റിലേക്ക് താഴ്ന്നതും. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഒരു വലിയ പ്രവണത പിണറായി വിജയനെ മുമ്പിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതുകൊണ്ടാണ് ഈ വലിയ പരാജയം വന്നത് എന്ന അഭിപ്രായം ശക്തമായി. കാരണം എല്ലാ ഓഡിയങ്ങളിലും പിണറായി വിജയനായിരുന്നു, എല്ലായിടത്തും പിണറായി വിജയൻ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ പിണറായി വിജയൻ എന്നുള്ള ഒരു ഒറ്റ ആളിൻ്റെ ഒരു ചിറകിലേറിയിട്ട് ഭരണത്തിലേക്ക് വരാം എന്നൊരു ആഗ്രഹം ഉണ്ടാവുകയും അത് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ മൊത്തം പ്രവണതയായി മാറുകയും ജനങ്ങൾക്കാകട്ടെ പിണറായി വിജയനോടുള്ള വിദ്വേഷം മുഴുവൻ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെതിരായി വരികയും ചെയ്തു. എന്നിട്ടും ആ പിണറായി വിജയനെ മാറ്റി നിർത്താനല്ല, ഈ പരാജയത്തിൻ്റെ മുഴുവൻ കാരണക്കാരനാണെന്ന് ജനങ്ങളും ഇടതുപക്ഷക്കാരും വിശ്വസിക്കുന്ന പിണറായി വിജയനെ മാറ്റി നിർത്താനല്ല എൽ ഡി എഫ് തയ്യാറായത്, അദ്ദേഹത്തെ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കി മാറ്റാനാണ്. ഇതിനകത്ത് ഒരുപാട് പേർക്ക് എതിർപ്പുണ്ട്. എന്തുകൊണ്ട് ബാലഗോപാലിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നില്ല എന്ന് ചോദിക്കുന്ന ധാരാളം പേരുണ്ട്. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, വിജയിച്ച ഒരു ധനമന്ത്രിയായിരുന്നിട്ട് തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിച്ചു വന്നയാളാണ്. പലരും ബാലഗോപാലിനെ ഒരു പ്രതിപക്ഷ നേതാവായി കണ്ടവരുണ്ട്. ഒരു പുതിയ തലമുറയിലേക്ക് അധികാരം കൈമാറാൻ പിണറായി വിജയൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്ന ചോദ്യമുണ്ട്. സി പി എമ്മിനകത്ത് തന്നെ ആ ചോദ്യം വളരെ പ്രബലമാണ്. അതുപോലെ തന്നെ ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നത്, ഇപ്പം നിയമസഭ കണ്ടവർക്കറിയാം, നിയമസഭയുടെ സത്യപ്രതിജ്ഞാ വേളയിലും സ്പീക്കറെ തെരഞ്ഞെടുക്കുന്ന സമയത്തൊക്കെ പിണറായി വിജയന് യഥാർത്ഥത്തിൽ നടക്കാൻ പറ്റുന്നില്ല. ഒരാളുടെ സഹായം ഇല്ലാതെ അദ്ദേഹത്തിന് നടക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ദുരഭിമാനം കൊണ്ട് ഒരാൾ കൈ പിടിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല.